ഗൈസ്, ഒരു ദിവസം വൈകിട്ട് വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോഴാണ് അമ്മൂമ്മ പറഞ്ഞു മാങ്ങയൊക്കെ വളർന്നിരിക്കുന്നു, തോട്ടയിട്ട് വരാം. പിന്നെ നടന്നതൊരു യുദ്ധമാണ് ഞാനും തോട്ടയും തമ്മിൽ. ലാസ്റ്റ് തോട്ട തോറ്റു, ഞാൻ ജയിച്ചു. അങ്ങനെ തോട്ടയായിട്ട് പോയിട്ട് ഞാൻ മാങ്ങ പറിച്ചോളാം എന്നും പറഞ്ഞ് വലിയ കാര്യത്തിൽ മാങ്ങ പറിക്കാൻ പോയപ്പോഴാണ് ആദ്യത്തെ തട്ട് വീട്ടിൻ്റെ ഷീറ്റിൻ്റെ മണ്ടയിൽ, രണ്ടാമത്തെ തട്ട് അമ്മൂമ്മ നട്ട് ഏതോ ചെടിയും, മൂന്നാമത്തെ തട്ട് അമ്മൂമ്മയുടെ തലയിലും ആയപ്പോഴത്തേക്കും അമ്മൂമ്മ പറഞ്ഞു മതി, അങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ പറിച്ചോളാം. മുതിർന്നവർ പറയണ അനുസരിക്കണമെന്ന് പണ്ടാരോ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാനങ്ങ് മാറിക്കൊടുത്തു. പിന്നെ അമ്മൂമ്മയായിരുന്നു മാങ്ങ പറിച്ചത്. പറിച്ചോണ്ട് നിന്നപ്പോഴാണ് ഒരാൾ കയറി വന്ന്. ഗൈസ്, ആരെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, എബിക്കുട്ടൻ തന്നെ, വേറെ ആരുമല്ല. അങ്ങനെ ആവശ്യത്തിന് മാങ്ങയും പറിക്ക് നേരെ വീട്ടിലോട്ട് വിട്ടു. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ സീതക്കുട്ടീനെ വിളിക്കാൻ പോകണം. സീതക്കുട്ടി ഇവിടെ അംഗൻവാടിയിൽ വന്നു. അങ്ങനെ ഞാൻ സീതയെ വിളിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഈ രണ്ട് സാധനങ്ങളും കൂടെ പോന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒരു ജാഥ പോലെ വരി വരിയായിട്ട് അംഗൻവാടിയിലോട്ട് പുറപ്പെട്ടു. അങ്ങനെ പടയുമായിട്ട് നമ്മൾ അംഗൻവാടി ചെന്നപ്പോൾ അവളെ വിളിക്കാൻ അവളെ അമ്മ വന്നു. ഞാൻ ആകെ വല്ലാണ്ടായി. പിന്നെ ഒന്നും നോക്കിയില്ല, സീതയെ അങ്ങ് കിഡ്നാപ്പ് ചെയ്തു. കിഡ്നാപ്പ് ചെയ്ത് നേരെ നമ്മൾ നമ്മുടെ വഴിയിൽ കൂടെ അവളെയും കൊണ്ട് നടത്തിച്ചും എടുത്തുകൊണ്ടും ഒക്കെ പോയപ്പം അവളുടെ അമ്മ വേറെ വഴിയിൽ കൂടെ നേരെ എൻ്റെ വീട്ടിലോട്ട് തന്നെ വന്നു. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനെ കഴിക്കാനൊക്കെ കൊടുത്തപ്പോഴത്തേക്കും കുഞ്ഞിപ്പെണ്ണ് അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി. അത് കഴിഞ്ഞ് അമ്മ എന്നെ വിളിച്ചു. അമ്മ എന്നെ എന്തിനാ വിളിച്ചതെന്ന് അടുത്ത വീഡിയോ പറയാം. അപ്പോൾ ബൈ ഗൈസ്.